നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അത് നടന്നില്ല. പക്ഷേ റയൽ മാഡ്രിഡ് മറ്റൊരു താരത്തിനായിട്ട് ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹോസെ ഫെലിക്സ് ദേസ് പറഞ്ഞത് റയൽ മാഡ്രിഡ് ആർ സ്റ്റിൽ വാച്ചിങ് ദി മാർക്കറ്റ് ഫോർ എ മിഡ്ഫീൽഡർ. ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും റയൽ മാഡ്രിഡിൻ്റെ മെയിൻ മാനായിട്ട് മധ്യനിരയിൽ ഇപ്പോൾ അവർ കാണുന്നത് ബെർണാഡോ സിൽവയാണ്. വാവ്. അപ്പോൾ മറ്റു വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കീ സ്മിത്ത്, ബുവാദി ഇവരൊക്കെ ക്ലബിൻ്റെ റഡാറിലുണ്ടെന്നൊക്കെ പറയുന്നു. ബുവാദിയെ പക്ഷേ സിറ്റി ഏതാണ്ട് ടീമിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ബെർണാഡോ സിൽവയ്ക്ക് എങ്ങനെ എത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ നോക്കണം നിങ്ങൾ. ബെർണാഡോ സിൽവ ടീമിൻ്റെ സുപ്രധാന ഭാഗമായിരിക്കും. ആദ്യമേ തനിക്ക് ടീമിലേക്ക് വേണം എന്ന് ഹോസെ മൊറീഞ്ഞോ ആവശ്യപ്പെട്ട കളിക്കാരനാണ് ബെർണാഡോ സിൽവ എന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ബെർണാഡോ സിൽവ വാസ് ദി ഫസ്റ്റ് നെയിം ഹോസെ മൊറീഞ്ഞോ റിക്വസ്റ്റഡ് ഇൻ ഹിസ് ഇനീഷ്യൽ ടോക്ക് വിത്ത് റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡുമായിട്ടുള്ള തൻ്റെ ഇനീഷ്യൽ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ തനിക്ക് ടീമിലേക്ക് വേണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള കളിക്കാരനാണ് ബെർണാഡോ സിൽവ. അപ്പം ബെർണാഡോ സിൽവക്കൊപ്പം ഷൂമനിയെ ഇറക്കുക, ഇതാണ് ഇപ്പോൾ അദ്ദേഹം ഇട്ടിരിക്കുന്ന പ്ലാൻ എന്ന് ഹോസെ ഫെലിക്സ് ദേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊറീഞ്ഞോ ബിലീവ്സ് ബെർണാഡോ ക്യാൻ ബിൽഡ് റയൽ മാഡ്രിഡ്സ് പ്ലേ ഫ്രം ഡീപ്പ്. റയലിൻ്റെ കളി മെനയാൻ, കളി പുറകിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ ബെർണാഡോ സിൽവയ്ക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹോസെ മൊറീഞ്ഞോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ ഷൂമനിയും ബെർണാഡോ സിൽവയും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ഫെറങ്കോറോസുമായിട്ട് റയൽ മാഡ്രിഡ് കളിക്കുന്നത്. പ്രീ സീസൺ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ബെർണാഡോ സിൽവ, ബ്രാഹിം, റൂഡിഗർ, ഹുയിസൻ ഇവരെല്ലാവരും ഫെറങ്കോറോസിനെതിരെയുള്ള കളിക്ക് അവൈലബിൾ ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പം ബെർണാഡോയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫസ്റ്റ് ടെസ്റ്റാണ്. റയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിൽ അദ്ദേഹത്തിന് എങ്ങനെ പെർഫോമൻസ് നടത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഹോസെ മൊറീഞ്ഞോ ഒരർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു മധ്യനിര താരത്തെ വേണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല എന്നുള്ളത് ശരിയാണ്. ക്ലബ് ഇപ്പോഴും അതിനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ വിനിയെ വേണം, വിനിയെ ഒരിക്കലും കൈവിടരുത് എന്ന് പറഞ്ഞു. അത് തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടത്തിയെടുത്തു. വിനിയുടെ പ്രാധാന്യം അദ്ദേഹം തലപ്പത്തിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ യാൻ ഡയമണ്ടയെ ഓൾറെഡി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടല്ലോ. ഓഗസ്റ്റ് 12 ഡിപ്പോർട്ടീവോക്കെതിരെയുള്ള കളിക്ക് ഡയമണ്ടെ അവൈലബിൾ ആകും എന്നാണ് കദേന കോപ്പിൻ്റെ റിപ്പോർട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫെറങ്കോറോസിനെതിരെ എവേ കിറ്റിലായിരിക്കും റയൽ മാഡ്രിഡ് ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ഇന്ന് ആരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പക്ഷേ റയലിൻ്റെ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് ഇപ്പോഴത്തെ ഒരു സ്ക്വാഡ് വെച്ച് ആരൊക്കെ ഉണ്ടാകും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗോൾ കീപ്പറായിട്ട് ഇത് ഇന്നത്തെ കളിയുടെ കാര്യമല്ല. റയലിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് ട്രെയിനിങ് സെഷനിലെയും മറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് ഇങ്ങനെയാണ് ഫസ്റ്റ് മാച്ചിൽ അവർ ഇറങ്ങാൻ പോവുക. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ കൊനാറ്റയും റൂഡിഗറും സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ട. കുക്കറയും ട്രെൻഡും ഇരുപാർശ്വങ്ങളിലും, ബെർണാഡോയും ഫെഡെ വാൽവർദയും മധ്യനിരയിൽ ഒരുമിച്ച്, പിന്നെ ബെല്ലിംഗാം, ഡയമണ്ട്, വിനി ജൂനിയർ, എംബാപ്പെ, ഇങ്ങനെ ഒരു 11 കൊണ്ട് ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മികച്ചൊരു ടീമിനെ എന്തായാലും അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മധ്യനിരയിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടും. ബെർണാഡോ സിൽവയെ മെയിൻ മാനായിട്ട് കോച്ച് കാണുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.